നമസ്കാരം പ്രിയമുള്ളവരെ. കോൺഗ്രസിൻ്റെ പുതിയ KPCC പ്രസിഡന്റ് ആരായിരിക്കും എന്നൊരു ചോദ്യം ഇപ്പോൾ സാമൂഹിക മാധ്യമങ്ങളിൽ ഉയരുന്നുണ്ട്. കോൺഗ്രസ് സംബന്ധിച്ച് KPCC പ്രസിഡന്റ്, UDF കൺവീനർ മുതലായ തന്ത്രപ്രധാനമായ തസ്തികകളിൽ പാർട്ടി ഒരാളെ നിയോഗിക്കുമ്പോൾ അവർ ജാതിയും മതവും വർണ്ണവും വർഗവും ഒക്കെ പരിഗണിക്കാറുണ്ട്. ഒരു പരിധിവരെ അത് ഉപകാരപ്രദമാണ് എങ്കിൽ പോലും മറ്റൊരു വീക്ഷണത്തിലൂടെ നോക്കുമ്പോൾ അത് ആ പാർട്ടിയുടെ ഒരു ശാപവും കൂടിയാണ്. ഒരു വിധത്തിൽ ഉപകാരം എന്ന് പറയുന്നത് മിക്കപ്പോഴും എല്ലാ ജാതിക്കും മതത്തിനും വർണ്ണത്തിനും ഒക്കെ ഒരു പരിഗണന ലഭിക്കുന്നുണ്ട്. എല്ലാ മതത്തിൽപ്പെട്ട ആളുകളെയും ഒക്കെ ആ പാർട്ടി സംഘടനാ പ്രവർത്തനത്തിലും അതുപോലെ മന്ത്രിപദത്തിലും ഒക്കെ എത്തിക്കുന്നുണ്ട്. പക്ഷേ മറ്റൊരു തരത്തിൽ അത് ഉപദ്രവമാണെന്ന് പറഞ്ഞാൽ മിക്കപ്പോഴും ഈ ജാതി മത പരിഗണനകളൊക്കെ നോക്കുന്നത് കൊണ്ട് ഈ കഴിവുള്ള ആളുകൾ ചിലപ്പോൾ അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ പിന്തള്ളപ്പെടുന്നു എന്നൊരു യാഥാർത്ഥ്യം കൂടിയുണ്ട്. ഇപ്പോൾ തന്നെ നമ്മളെടുത്താൽ തൃത്താല MLA VT ബലറാം, അദ്ദേഹം മന്ത്രിപദത്തിന് വളരെ അഭികാമ്യനായ ഒരാളായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് ഈ പരിഗണനയൊക്കെ നടത്തി വന്നപ്പോൾ അവസാനം അദ്ദേഹത്തെ കൊടുക്കുവാൻ സ്ഥലമില്ലാതെ പോയി. അങ്ങനെ അദ്ദേഹത്തിന് മന്ത്രിപദം നഷ്ടപ്പെട്ട ഒരാളാണ് എന്നൊരു യാഥാർത്ഥ്യമുണ്ട്. അത് ഒരു പരിധിവരെ കോൺഗ്രസിന് ശാപവും ഒരു പരിധിവരെ ഉപകാരപ്രദമാണ് എന്നതാണ് യാഥാർത്ഥ്യം. മിക്കപ്പോഴും കഴിവുള്ള ഒരുപാട് ആളുകൾ കോൺഗ്രസിൻ്റെ നേതൃനിരയിലുണ്ട്. അവരിൽ ആരെ പ്രസിഡൻ്റാക്കും എന്ന കാര്യത്തിൽ കോൺഗ്രസ് ഇപ്പോൾ ധർമ്മസങ്കടത്തിലാണ് എന്നൊരു യാഥാർത്ഥ്യം കൂടിയുണ്ട്. നമ്മൾ CPM-ഉം കോൺഗ്രസും കമ്പയർ ചെയ്യുമ്പോൾ മിക്കപ്പോഴും മന്ത്രിപദമൊക്കെ രാജിവെച്ച് CPM-ൻ്റെ ജനറൽ സെക്രട്ടറി പദത്തിലേക്ക് എത്തിയ ആളുകളുണ്ട്. അതായത് ജനറൽ സെക്രട്ടറി പദമാണല്ലോ CPM-ലെ ഏറ്റവും പ്രധാനപ്പെട്ട പദം. കോൺഗ്രസിലാണെങ്കിൽ അത് പ്രസിഡന്റ് പദമാണ്. നേരത്തെ പിണറായി വിജയൻ, അദ്ദേഹം മന്ത്രിയായിരുന്നു, വൈദ്യുതി മന്ത്രിയായിരുന്നു. അദ്ദേഹം രാജിവെച്ച് പിന്നീട് പാർട്ടി ജനറൽ സെക്രട്ടറി ആയ ഒരു ചരിത്രമുണ്ട്. അതായത് CPM-ൽ മിക്കപ്പോഴും മന്ത്രിപദമൊക്കെ രാജിവെച്ച് ജനറൽ സെക്രട്ടറി ആയി വരാറുണ്ടെങ്കിൽ പോലും കോൺഗ്രസ് സംബന്ധിച്ച് മിക്കപ്പോഴും അവർക്ക് ഈ മന്ത്രിപദത്തിലൊക്കെയാണ് താല്പര്യം. അങ്ങനെ പാർട്ടി പ്രസിഡന്റ് ആയിരിക്കാനൊന്നും വലിയ താല്പര്യമില്ല. നമ്മൾ മുരളീധരൻ്റെ ഒരു കാര്യം തന്നെ എടുത്താൽ, അദ്ദേഹം വൈദ്യുതി മന്ത്രിയായിരുന്ന സമയത്താണ്, KPCC പ്രസിഡന്റ് ആയിരുന്ന സമയത്താണ് ആ സ്ഥാനം പരിത്യജിച്ചുകൊണ്ട് അദ്ദേഹം വൈദ്യുതി മന്ത്രിയാകുന്നത് എന്നൊരു യാഥാർത്ഥ്യമുണ്ട്. സണ്ണി ജോസഫിനെ എടുക്കുകയാണെങ്കിൽ അദ്ദേഹം ഇപ്പോൾ മന്ത്രിയായതിനു ശേഷം KPCC പ്രസിഡന്റ് എന്ന തസ്തികയിലേക്ക് തിരിഞ്ഞു നോക്കുന്നത് പോലുമില്ല. അതാണിപ്പോൾ പുതിയൊരാളെ നിയമിക്കണം എന്ന രീതിയിലേക്ക് ആ പാർട്ടി എത്തപ്പെടുന്നത്. എന്തായാലും ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്ന പേരുകളിലൊന്ന് ജോസഫ് വാഴക്കേണ്ടതാണ്. ജോസഫ് വാഴക്കേനെ സംബന്ധിച്ച് പാർട്ടിയുടെ ചില പുതിയ തീരുമാനങ്ങളാണ് അദ്ദേഹത്തെ ഈ സ്ഥാനത്തേക്ക് ഏറ്റവും സാധ്യതയുള്ള ഒരാളായി പരിഗണിക്കപ്പെടുവാനുള്ള കാരണമായി മാധ്യമങ്ങൾ വിലയിരുത്തുന്നത്. അതിലൊന്ന്, ഇപ്പോൾ അധികാര പരിധിയിലുള്ള ആരെയും പാർട്ടി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പരിഗണിക്കേണ്ട എന്നാണ് പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാരുടെ തീരുമാനം. അതായത് ജോസഫ് വാഴക്കൻ ഇപ്പോൾ MPയോ MLAയോ മന്ത്രിയോ ഒന്നുമല്ല. അതുകൊണ്ട് അദ്ദേഹത്തിനാണ് ഏറ്റവും കൂടുതൽ സാധ്യത. പാർട്ടിയുടെ തീരുമാനം അങ്ങനെയാണ്. ഇപ്പോൾ പ്രത്യേക പദവികളിലൊന്നും ഇരിക്കാത്ത ഒരാളെയാണ് പാർട്ടി പ്രസിഡന്റായിട്ട് വേണ്ടതെന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ജോസഫ് വാഴക്കലിലേക്ക് ഞറുക്കു വീഴും. മാത്രമല്ല അദ്ദേഹം ക്രൈസ്തവ സമുദായ അംഗമാണ്. ഇപ്പോഴുള്ള പാർട്ടി പ്രസിഡന്റ് സണ്ണി ജോസഫും ക്രൈസ്തവ സമുദായ അംഗമായിരുന്നു. അപ്പോൾ ക്രൈസ്തവ സഭയിൽ നിന്ന് ഒരാൾ മാറുമ്പോൾ ആ ക്രൈസ്തവ സഭാ വിശ്വാസിയായ MPയോ MLAയോ ഒന്നുമല്ലാത്ത ജോസഫ് വാഴക്കലേക്ക് ആ ഞറുക്ക് വീഴും എന്ന രീതിയിലാണ് മാധ്യമ റിപ്പോർട്ടുകളൊക്കെ പുറത്തു വരുന്നത്. മറ്റൊന്ന് അടൂർ പ്രകാശാണ്. അടൂർ പ്രകാശിനെ പറ്റി പറയുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു ഇലക്ഷൻ മാനേജ്മെൻറ്റ് പ്രശസ്തമാണ്. കോന്നി, ആറ്റിങ്ങൽ മുതലായ ഇടതുപക്ഷ ആഭിമുഖ്യമുള്ള മണ്ഡലങ്ങളിൽ വിജയിച്ചു വരുവാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം അദ്ദേഹത്തിൻ്റെ ഇലക്ഷൻ മാനേജ്മെൻറ്റാണ്. പ്രത്യേകിച്ചും പാർട്ടിയിൽ അടിത്തട്ടിലേക്ക് ഇറങ്ങി ചെല്ലുവാൻ അദ്ദേഹത്തിന് കഴിയുന്നു. ബൂത്ത് പ്രസിഡന്റുമാരുടെയും അതുപോലെ ഈ മണ്ഡലം പ്രസിഡന്റുമാരുടെയും ഒക്കെ നല്ല ബന്ധം സ്ഥാപിച്ച് അവരിലേക്ക് പ്രവർത്തന ഫണ്ടും അതുപോലെയുള്ള കാര്യങ്ങൾ എത്തിക്കുവാനും ഒക്കെ കഴിയുന്നുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. പ്രത്യേകിച്ച് ഞാൻ ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിലെ ഒരു വോട്ടർ എന്ന രീതിയിൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം നേരിട്ട് കണ്ടതാണ്. നേരത്തെ MI ഷാനവാസും ബാലചന്ദ്രനും ഒക്കെ അവിടെ മത്സരിക്കുമ്പോൾ സംഭവിച്ച പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഇലക്ഷൻ ഫണ്ടുകൾ ഒരിക്കലും താഴെത്തട്ടിലേക്ക് എത്തില്ലായിരുന്നു. അത് മുകൾ തട്ടിൽ ഇങ്ങനെ നേതാക്കന്മാർക്കിടയിൽ വീതിച്ചു കൊടുക്കും. അത് താഴെത്തട്ടിലെത്താതെ പാർട്ടിയുടെ പ്രവർത്തനമൊക്കെ നടക്കാതെ പോവുകയും അങ്ങനെ ഇലക്ഷനിൽ പരാജയപ്പെടുകയുമായിരുന്നു. പക്ഷേ അതിനൊക്കെയും ഒരു ശാശ്വതമായ പരിഹാരം അടൂർ പ്രകാശ് ആ മണ്ഡലത്തിൽ മത്സരിക്കുന്ന സമയങ്ങളിൽ കണ്ടു. അതാണ് ആ മണ്ഡലങ്ങളിൽ കോൺഗ്രസിൻ്റെ വിജയത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം. ഒരുപക്ഷെ ഇപ്പോൾ കോന്നിയിൽ അടൂർ പ്രകാശാണ് മത്സരിച്ചിരുന്നതെങ്കിൽ അവിടെ പോലും വിജയിക്കുവാൻ സാധ്യതയുണ്ടായിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം. അതുപോലെ ആറ്റിങ്ങലിൽ അടൂർ പ്രകാശ് അല്ലായിരുന്നുവെങ്കിൽ ആ സീറ്റ് ഒരുപക്ഷെ CPM ജോയിലൂടെ പിടിച്ചെടുക്കുമായിരുന്നു എന്നൊരു യാഥാർത്ഥ്യം കൂടിയുണ്ട്. അതായത് അടൂർ പ്രകാശ് വളരെ കൃത്യമായി ഇലക്ഷൻ മാനേജ്മെൻറ്റ് കൈകാര്യം ചെയ്യുന്ന ഒരാളാണ്. ഇനി മറ്റൊരു പേര് പറഞ്ഞു കേൾക്കുന്നത് കൊടിക്കുന്നിൽ സുരേഷിൻ്റെതാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ദളിത് പ്രാതിനിധ്യം, ആദ്യമായി KPCCക്ക് ഒരു ദളിത് പ്രസിഡന്റ് കേരളത്തിൽ എന്ന രീതിയിലേക്കാണ് അദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞു കേൾക്കുന്നത്. ഷാഫി പറമ്പിലിനും സാധ്യതകളുണ്ട് എന്ന രീതിയിലാണ് മാധ്യമ റിപ്പോർട്ടുകൾ വരുന്നത്. അതായത് ഷാഫി പറമ്പിലിനെ സംബന്ധിച്ച് പുതിയ തലമുറയുടെ ഇടയിൽ സ്വാധീനം ചെലുത്തുവാൻ കഴിഞ്ഞ നേതാവായിട്ടാണ് കോൺഗ്രസ് നേതൃത്വം അദ്ദേഹത്തെ കാണുന്നത്. പ്രത്യേകിച്ചും
ജെൻസി വിഭാഗം ഇപ്പോൾ കോൺഗ്രസുമായി കൂടുതൽ ആഭിമുഖ്യം പ്രകടിപ്പിക്കുന്നു. അവരുടെ വോട്ട് ബാങ്കിൽ കൃത്യമായി കോൺഗ്രസിനും യു ഡി എഫിനും വീണതുകൊണ്ടാണ് ഇപ്പോൾ കോൺഗ്രസ് അധികാരത്തിൽ എത്തിയത് എന്നൊരു വിശകലനമുണ്ട്. അത് സമാഹരിക്കുവാൻ വി.ഡി. സതീശന് കഴിഞ്ഞു. മാത്രമല്ല അത്തരം പ്രകടനങ്ങൾ, അത്തരം ഇടപെടലുകൾ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ നടത്തുവാൻ കഴിയുന്ന ഒരു നേതാവാണ് ഷാഫി പറമ്പിൽ. ഷാഫി പറമ്പിലും സതീശനും ഒക്കെ ചേരുമ്പോൾ ആ ജെൻസി പുതിയ തലമുറ കോൺഗ്രസിനോടൊപ്പം നിൽക്കും എന്ന ഒരു വിശകലനം കൊണ്ടാണ് ഒരുപക്ഷെ ഷാഫി പറമ്പിലിനെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നിയമിക്കുവാനുള്ള ഒരു ഘടകമായി കാണുന്നത്. പക്ഷേ അദ്ദേഹം ഇപ്പോൾ MP ആണ് എന്ന ഒരു പ്രത്യേകത അദ്ദേഹത്തിന് തടസ്സമായി നിൽക്കുന്നുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. എന്തായാലും ഷാഫി പറമ്പിലായാലും ഒപ്പം മറ്റു പല കൊടിക്കുന്നിൽ സുരേഷ് ആയാലും ഒക്കെ അനുയോജ്യരാണ് എന്ന ഒരു വിലയിരുത്തൽ തന്നെയാണ് കോൺഗ്രസിനുള്ളത്. പക്ഷേ ഈ ജാതിമതിക പരിഗണനകളുടെ ഒക്കെ അടിസ്ഥാനത്തിൽ അവസാനം ആർക്ക് ഈ കിരീടം ഭവിക്കും എന്ന കാര്യത്തിൽ മാത്രമാണ് സംശയമുള്ളത്. ഇനി പരിഗണിക്കപ്പെടുന്ന മറ്റൊരാൾ രാഹുൽ മാങ്കൂട്ടത്തിലാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ച് പാർട്ടിയോട് അദ്ദേഹം എപ്പോഴും വിധേയത്വം പുലർത്തിയിരുന്നു എന്നൊരു പ്രത്യേകത അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നവർ എടുത്തു കാണിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ എടുത്ത നടപടി വളരെ പെട്ടെന്നായിരുന്നു എന്ന രീതിയിലുള്ള ചില വിശകലനങ്ങൾ കോൺഗ്രസ് നേതാക്കന്മാരുടെ ഇടയിൽ നിന്നുണ്ട്. അദ്ദേഹത്തിനെതിരെ ലൈംഗിക ആരോപണം വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ വാദം കേൾക്കുന്നതിനോ കോടതിയുടെ വിധി വരുന്നതിനോ പാർട്ടി നേതൃത്വം കാത്തുനിന്നില്ല എന്ന ഒരു വിശകലനവും വിമർശനവും പാർട്ടി നേതൃത്വത്തിനെതിരെ അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നവർ നടത്തുന്നുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ പാർട്ടിക്ക് അദ്ദേഹത്തെ തീരുമാനങ്ങളെടുത്ത് പാർട്ടിയിൽ നിന്ന് പുറത്തു നിർത്തേണ്ടി വന്നു. പിന്നീട് പാലക്കാട് നിയമസഭാ സീറ്റും കൊടുത്തില്ല. അത് ഒരുപക്ഷെ കോൺഗ്രസ് സംബന്ധിച്ച് അത് മാത്രമായിരുന്നു ഓപ്ഷൻ. കാരണം നിയമസഭാ ഇലക്ഷൻ നടക്കുകയാണ്, അദ്ദേഹത്തെ സംരക്ഷിക്കുവാൻ നോക്കിയിരുന്നെങ്കിൽ സ്ത്രീപക്ഷ വോട്ടുകളൊക്കെ എതിരാകുമായിരുന്നു എന്നൊരു വീക്ഷണം ഉണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ മത്സരിപ്പിക്കാത്തത് എന്ന രീതിയിലുള്ള വിശകലനങ്ങൾ വരുന്നുണ്ട്. അദ്ദേഹത്തെ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റിയത് എന്നൊരു വിശകലനം വരുന്നുണ്ട്. അതിന് പ്രായച്ചിത്തമായിട്ട് അദ്ദേഹത്തിന് ഇപ്പോൾ KPCC പ്രസിഡന്റ് സ്ഥാനം നൽകണം എന്ന രീതിയിലുള്ള ചില വീക്ഷണങ്ങളും വിശകലനം വരുന്നുണ്ട്. വി.ഡി. സതീശൻ അതിനെ പിന്തുണയ്ക്കുമോ എന്ന കാര്യത്തിലാണ് സംശയമുള്ളത്. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിനെ രക്തസാക്ഷി ആക്കി എന്ന വിശകലനവും വീക്ഷണവും കോൺഗ്രസിലെ സാധാരണ പ്രവർത്തകന്മാരുടെ ഇടയിൽ നിന്നുണ്ട്. മാത്രമല്ല അദ്ദേഹം യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ആയിരുന്ന സമയത്താണ് യൂത്ത് കോൺഗ്രസ് ഏറ്റവും കൂടുതൽ ആക്റ്റീവായിട്ടുള്ളത്. അദ്ദേഹവും അതുപോലെ ഷാഫി പറമ്പിലും യൂത്ത് കോൺഗ്രസ് നേതൃത്വത്തിൽ ഉണ്ടായിരുന്ന സമയത്താണ് യൂത്ത് കോൺഗ്രസ് എന്ന് പറയുന്ന സംഘടന കൂടി ആക്റ്റീവായിട്ട് സമരങ്ങളിലൊക്കെ പങ്കെടുക്കുകയും ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി ചെല്ലുകയും ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ KPCC പ്രസിഡന്റോ അല്ലെങ്കിൽ ഉചിതമായ ഏതെങ്കിലും സ്ഥാനത്തോ എത്തിക്കുവാൻ ഉള്ള ശ്രമത്തിൽ ചില നേതാക്കന്മാരുണ്ട് എന്നത് തന്നെയാണ് ഏറ്റവും വലിയ വസ്തുത. എന്തായാലും ഷാഫി പറമ്പിലും ഒപ്പം രാഹുൽ മാങ്കൂട്ടത്തിലും KPCC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുന്നു എന്ന വസ്തുത ചർച്ച ചെയ്യപ്പെടുകയാണ്. എന്തായാലും പ്രധാനപ്പെട്ട നേതാക്കന്മാർ ഈ പരിഗണനയിലുള്ളത് ഒന്ന് ജോസഫ് വാഴക്കനും മറ്റൊന്ന് അടൂർ പ്രകാശുമാണ് എന്ന വിശകലനമാണ് വരുന്നത്. ഷാഫി പറമ്പിലും സാധ്യതകളുണ്ട്. കാരണം ഷാഫി പറമ്പിൽ ജെൻസിക്ക്, പുതിയ തലമുറയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നേതാവാണ് എന്ന ഒരു പ്രത്യേകതയുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിന് പാർട്ടി ഒരുപക്ഷെ പരിഗണിച്ചേക്കാം. പക്ഷേ ചില നേതാക്കന്മാർ അതിന് തടസ്സം നിന്നേക്കാം എന്ന വിശകലനങ്ങൾ വരികയാണ്. പ്രധാനമായും അദ്ദേഹത്തിൻ്റെ പേരിലുള്ള കേസുകളുടെയൊന്നും വിധി വന്നിട്ടില്ല എന്നത് അദ്ദേഹത്തിന് തടസ്സമായി നിന്നേക്കാം എന്ന ഒരു വാദഗതി കൂടിയുണ്ട്. എന്തായാലും മറ്റു ചില പേരുകൾ കൂടി പരിഗണിക്കപ്പെടുന്നു എന്ന വസ്തുത പുറത്തു വരികയാണ്. എന്തായാലും ഈ മാസം അവസാനത്തോടുകൂടി പുതിയ KPCC പ്രസിഡന്റ് ഉണ്ടാകും എന്ന വീക്ഷണമാണ് മാധ്യമങ്ങൾ നടത്തുന്നത്. തൽക്കാലം ഈ വീഡിയോ ഇടവാങ്ങാണ്. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.